പോകുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നിർത്തിയിട്ടൊന്ന് ഒരു വ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാവേരി ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്ന് എടുത്തേക്കാന്ന് കരുതി. കാവേരിയാണേ. ഇവിടെ നല്ലപോലെ വെള്ളമുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഡാമിന്റെ അടുത്തായതുകൊണ്ട് നല്ല പോലെ വെള്ളമുണ്ട്. പോള നിറഞ്ഞു കിടക്കുന്നുണ്ടോ, ഒരു വെളിര് പറന്നു പോകുന്നുണ്ട്. ആ ദൂരേക്ക് കാണുന്ന കേട്ടോ ഡാം. എന്നാന്ന് വെച്ചാ ആ ആ ഓക്കെ ഓക്കെ. അങ്ങനെ പോകാവോ? ശരി, നോക്കാം. അങ്ങനെയാ നേരെ കാണുന്നുണ്ട്. അതാണ് ഡാമേ. അടുപ്പിച്ച് കാണിക്കാവോ നോക്കട്ടെ. ഡാം ഇപ്പൊ കാവേരിയുടെ കർണാടക എന്ന് പറഞ്ഞാൽ കാവേരി തടുത്ത് നിർത്തിയിട്ടാണ് ഈ ഡാം അല്ലേ. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ നിറയെ വെള്ളം കിടക്കുന്നതൊക്കെ. ആ വഴി ഇതാണ്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോന്നു. അങ്ങോട്ടേക്ക് കാവേരി ഒഴുകുന്നു. ഇവിടുന്നാണ് നമുക്ക് അങ്ങോട്ട് വരുന്നത് അല്ലേ. നമ്മുടെ വണ്ടി നമ്മൾ അവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. സന്തോഷേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. സന്തോഷേട്ടാ ഹായ്. ഇവിടെ ഒരു വെള്ളം എടുക്കുന്ന സ്ഥലമാണ്. വെള്ളം എന്നാന്ന് വെച്ചിട്ട് മറ്റേ വാട്ടർ സപ്ലൈക്കുള്ളതായിരിക്കും അല്ലേ. വാട്ടർ സപ്ലൈക്കുള്ളവർ എടുക്കുന്നതാണ്. നമുക്ക് പോകാം അല്ലേ. ഏതായാലും സന്തോഷം പറയുന്ന പോലെ കേൾക്കാം. എന്താണ് എത്തി നോക്കണ്ട. കാറ്റുള്ള കാരനാ. മണി 10-10:30 ആയല്ലോ. ഇതിനെയാണോ ഈ പച്ചവെള്ളം എന്ന് പറയുന്നത്? ആണോ എന്തോ ചേട്ടാ? പച്ച കളറിലിരിക്കണോ? എന്താ പച്ചവെള്ളം എന്ന് പറയുന്നത്? ഓ, അടി പായലുള്ളതുകൊണ്ടായിരിക്കണം അല്ലേ. ഓക്കെ. പവർ സ്റ്റേഷൻ അങ്ങനെ പെട്ടെന്ന് വെട്ടിക്കാതെ കേട്ടോ. പവർ സ്റ്റേഷൻ അല്ലേ. കേട്ടോ തെർമൽ പവർ സ്റ്റേഷന്. വണ്ടിയൊക്കെ പോകുന്നുണ്ട്. നേരെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഗ്ലാസ് തുറന്നൊന്ന് കാണിക്കാം. കരിയല്ലേ. ഇതാണ്. ഇത് മൊത്തം ഇതിനകത്ത് മൊത്തം ഉണ്ടല്ലേ ഇങ്ങോട്ടേക്ക്. ഇതേ ഇങ്ങനെ ഇവിടെ ഈ റൗണ്ട് നിൽക്കാണ് കൂളിംഗ് ടവർ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ വീണ്ടും നമ്മള് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരു ബൈക്ക് പുറകിൽ വരുന്നുണ്ട്. ഓക്കെ, പോട്ടെ. വെളിയിൽ തണുത്ത കാറ്റടിക്കുന്നുണ്ട് ചേട്ടാ. വെയിലിന് ചൂടുണ്ടാണെങ്കിലും. ഓ, ഇതാണ് തെർമൽ പവർ സ്റ്റേഷന്റെ എൻട്രൻസ്.
എന്തിനാ ഇങ്ങനെ ക്യൂ നിക്കണേ? കാണാൻ വേണ്ടിട്ടാണോ? അല്ലല്ല, പിന്നെ ജോലിക്കകത്തോ. ഇതാണ് ഇപ്പൊ തെർമൽ പവർ സ്റ്റേഷന്റെ അകത്തൂടെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിപ്പുണ്ട് കേട്ടോ. അത് കരി ഇങ്ങനെ ഇതിലൂടെ തന്നെ പോവോ? പാസ് ചെയ്ത് പോകുന്നതാണോ അതോ ചേട്ടാ? ഓ, എത്ര ഇതിലാ കിടക്കുന്നത്? ഏക്കർ കണക്കിനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ വേറൊരു ആംഗിളിൽ നിന്ന് എടുക്കുന്ന കേട്ടോ, വേറൊരു സൈഡിൽ നിന്നാണ് ഇതിപ്പോ എടുക്കുന്നത്. നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേട്ടൂർ തന്നെയാണ്. ഒരു സൈഡില് കാവേരി ഉണങ്ങിക്കിടക്കുന്നു. കാവേരിയുടെ ഒരു ഭാഗം അല്ലേ? മേട്ടൂരിൽ നിന്ന് വെള്ളം വിടണം, എന്നിട്ട് ഈ സൈഡിലേക്ക് വിട്ടാൽ വെള്ളം വരും. വെള്ളം കുറവാന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് കാണാം അല്ലേ? കൂടുതൽ അപ്പുറത്തായിരുന്നു. കാണിച്ചേക്കാം. സൈഡിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്ന ഇപ്പൊ എല്ലാം ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. മേട്ടൂർ ഡാമിൽ നിന്ന് വെള്ളം ഇടയ്ക്ക് ഒഴുക്കി വിടുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ഒത്തിരി അരികിലേക്കൊന്നും പോയി എടുക്കാൻ പറ്റിയല്ലോ കേട്ടോ, വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് വെള്ളം ഒഴുക്കി വിടുന്ന സ്ഥലം കേട്ടോ. ഇതുണ്ടോ, ഇതിന്റെ വേലിക്കകത്ത് മൊത്തം തെർമൽ പവർ സ്റ്റേഷന്റെ ആണേ. നമ്മളിപ്പോ അവിടുന്ന് വന്നേ, തെർമൽ പവർ സ്റ്റേഷന്റെ മൊത്തം അതെ, ആ സൈഡിലേക്കെല്ലാം അതെ. അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണേ. തിരിച്ചെന്നല്ല, വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. അവിടുന്ന് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആകുമ്പോ ഇത് കാണാണ്ട് അടുത്തൊന്നുമില്ല, എല്ലാം പള്ള നിറഞ്ഞ് നിൽക്കുന്നോണ്ടേ, പള്ള ഈ മര ചെടികളൊക്കെ നിൽക്കുന്നോണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയല്ലോ. കാണാം, അതെ അവിടെ വേണം നിർത്തിയിട്ട് കാണാം അല്ലേ? ഇത് വണ്ടി വല്ലോ ഉണ്ട്, ഓടുന്നുണ്ട്. അങ്ങോട്ട് പോകാം. അല്ല ഇത് നോക്കിട്ട് പോയേക്കാം എന്തായാലും. ഇത് കണ്ടോ ബസ് പോകുന്നതാണ്ടോ അവിടെ അങ്ങേറ്റത്ത് ഇവിടെ ഉണ്ട്. ശരി, ഞാന് കാണിക്കാം, വെളിയിൽ പോയിട്ടൊന്ന് കാണിക്കാവേ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, അതിന്റെ മുകളിൽ പോകാൻ പറ്റുമോ ഇല്ലോന്ന് അതെങ്ങനെയാ റൂട്ടൊന്നും അറിയത്തില്ല. നമുക്ക് അതുവഴി വരാം. അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ബ്രിഡ്ജിന്റെ അതിൽ അവിടെ വരണം, നോക്കാം എങ്ങനെയാ വരണ്ടേന്നൊക്കെ. അപ്പം ഇത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം തുറന്നു വിടുമ്പോഴല്ലേ സന്തോഷേട്ടാ ഇങ്ങനെ വരുന്നേ? ഇങ്ങനെ വന്ന് മുഴുവൻ ഉണങ്ങി കിടക്കുക വെള്ളം. ഇപ്പൊ വെള്ളം ഇല്ല, അതോ തുറന്നു വിടാത്തതാണോന്നും അറിയത്തില്ലല്ലോ. നമ്മള് ആ പാലത്തിന് അതിലൂടെ അല്ലേ ഇപ്പൊ വന്നേ? ആ പാലത്തിനല്ലേ വന്നത് കേട്ടോ നമ്മള്. അപ്പൊ പോകാതിരിക്കും അല്ലേ? இந்த പാറ വെള്ളമില്ലാത്തതുകൊണ്ട് പാറയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ആഴം എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും അല്ലേ? തെർമൽ പവർ സ്റ്റേഷൻ അവിടെയുണ്ട്. നമ്മൾ വന്ന വഴി അതാണ്. സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടാന്ന് നോക്കി, ഇവിടെയുണ്ട്. വീണ്ടും ഇവിടെ കാർ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പം മുമ്പോട്ട് പോകാവേ.